അതൊന്നും സർപ്രൈസ് ഉണ്ടല്ലേ നീ വ്ലോഗ് എടുക്കുന്നത് ഈ റൂമിൽ തന്നെ ഇരുന്നോണം. വേറെ എന്താണ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഇന്ന് ഫുള്ള് സർപ്രൈസ് ആണോ? അലമാര നോക്കാത്തെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ ഇച്ചാത്തോടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ കറന്റ് ഞങ്ങളുള്ളത് മാവേലിക്കരയാണ്. അപ്പോൾ ഞാൻ ജിമ്മിന് പോകാൻ വേണ്ടി രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ 6 മണിക്ക് ഇറങ്ങി ഇത് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ റോട്ടിലുള്ള ഓൺ ദ വേ ആണ് കേട്ടോ, വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇന്ന് അവളുടെ എത്രയും ഞങ്ങൾ കല്യാണം എൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ പിന്നെ എന്താ ചാത്തോളുടെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ഫ്ലവറും ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ലെറ്റർ പരിപാടികളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ അവർക്ക് സൂക്ഷിച്ചു വയ്ക്കും, ഭയങ്കര സൂക്ഷ്മതയാണ് അവർക്ക്. അതുകൊണ്ട് ഒരു ഭയങ്കര പ്ലസ് പോയിന്റാണ്. ഞാൻ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, കൊടുത്ത് ചോക്ലേറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഞാനൊരു കല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കല്ലടക്കം അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും അറിയാം അവൾ അത്രയും സൂക്ഷ്മതയുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അവൾക്കതൊക്കെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അവൾ സന്തോഷമാണ്, എനിക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ നമ്മൾ പോകുമ്പോൾ ഒരു ഫ്ലവറും ഡയറി മിൽക്കും ഒരു ചെറിയ ലെറ്റർ, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പം എൻ്റെ ഇച്ചാത്തോടെ ബർത്ത്ഡേ അല്ലേ, അത് പിന്നെ കളറാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അതിനുള്ള പരിപാടികളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ പോവാ. ഇതാണ് നമ്മുടെ കട. അവർക്ക് കൊടുക്കാനുള്ള ഫ്ലവർ കിട്ടിയോണ്ടിരിക്കട്ടാ. ഈ വണ്ടിയുടെ ഉള്ളിലാണ് നമ്മൾ ഗിഫ്റ്റ് കേട്ടാ. ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. അവർക്ക് വൈറ്റ് റോസ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ലെറ്റർ ഇതൊക്കെ, പിന്നെ പബ്ലി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ട് വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഫ്ലവർ വാങ്ങാനും പോയത്. പിന്നെ അവിടെ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബൊക്കെ എനിക്ക് ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞു. എന്തായാലും അവൾ ഹാപ്പി ആവും. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. പിന്നെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നൈസായിട്ട് സർപ്രൈസ് ആയിട്ട് അത് വെച്ച് കൊടുക്കാം. ഞാനാണെങ്കിൽ അവളുടെ അടുത്ത് അമ്പലത്തിൽ പോകാൻ റെഡി ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുല്ലപ്പൂ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഐഡിയ കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പോയപ്പോൾ മുല്ലപ്പൂ വന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ്, അപ്പോൾ അമ്പലത്തിൽ എന്തായാലും പോകണമല്ലോ. അപ്പോൾ മുല്ലപ്പൂ എടുത്തിട്ട് തലയിച്ച് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. ഈ വണ്ടിയിലാണ് ഗിഫ്റ്റ്. ഒന്ന് കയറി നോക്കാം. എന്താ അവൾ ഒരുങ്ങിയോ എന്താ അവസ്ഥ നോക്കി നോക്കട്ടെ. ചെയ്യുന്നു ഇവിടെ ഉണ്ടോ? എങ്ങനെ ഇവ ഞങ്ങളുടെ മുത്താണ്. കുഞ്ഞ ചെടി എവിടെ സർപ്രൈസ് ഉണ്ടല്ലേ നീ വ്ലോഗ് എടുക്കുന്നത്. എനിക്ക് അപ്പോഴേ അറിയാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. കാരണം നീ വെളുപ്പിനെ എണീറ്റ് പോയി. ഒരു മാക്സിമം പോയ 2 മണിക്കൂർ അതിനുള്ളിൽ ഇവരാണെങ്കിൽ വെളുപ്പിനെ എണീറ്റിട്ട് ജിമ്മില് പോയേ. എന്നിട്ട് 2 മണിക്കൂർ മാക്സിമം തിരിച്ചു വരാം. എന്നിട്ട് പെട്ടെന്ന് ഒരുത്തന്നെ വിളിച്ചിട്ട് പറയാറേ, നീ റെഡി ആവുന്നില്ലേ, അമ്പലത്തിൽ പോകണ്ടേ. ആ ശരി, അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു എന്തോ നീ 10:30 ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ എനിക്കറിയാം, കാരണം നീ ഇന്നലെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകാൻ ടൈം ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല.
പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നായിരിക്കും നീ പോയി ഇതിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. കാരണം 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കട ഉറക്കത്തുള്ളൂ. 10 മണി 9 മണി അതിന്റെ ഇടയിൽ നീ എന്താ വാങ്ങിച്ചിട്ടില്ല? വൈറ്റ് റോസ് എന്തുകൊണ്ട് നീ എടുക്കില്ല? നീ തന്നെ എടുത്തോണ്ട് വരത്തില്ലല്ലോ. നീ അത് മാത്രല്ല രാവിലെ നീ ഐഫോൺ എടുത്തോണ്ടാ പോയെ. അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു നീ എന്തിനാ ഐഫോൺ എടുത്തോണ്ട് പോയത്. അപ്പഴേ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവന്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി. അന്നേരം എനിക്ക് അറിയായിരുന്നു. എനിക്ക് സാരി കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് പട്ടുപാവാടയൊക്കെ ഇവര് പട്ടുപാവാടയാണ് ഇഷ്ടം. എനിക്കറിയായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഞാൻ പട്ടുപാവാട കിട്ടിയത്. സർപ്രൈസ് ഉണ്ടോ നീ അവിടെയൊക്കെയാ പോയത്? ഇവിടെ സമ്മതിക്കില്ല സർപ്രൈസ്. ഞാൻ സത്യം പറഞ്ഞ ശരിക്കും ഒരുങ്ങിയില്ല. എനിക്ക് ഇനി കുറച്ചുകൂടെ ഒരുങ്ങാനുണ്ട്. അതിന് മുടിയൊന്നും കിട്ടിയില്ലേ? വണ്ടി അപ്പൊ നമ്മള് സർപ്രൈസ് കാരണം വണ്ടി ചിങ്കളും ഇവിടെ എന്നെ സർപ്രൈസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആഗ്രഹമുണ്ട് സർപ്രൈസ് ചെയ്യണമെന്ന്. ഇനിയിപ്പോ എന്തായാലും ഇത്ര ആയില്ലേ? നീ തന്നെ പറഞ്ഞോ. വണ്ടിയുടെ ഉള്ളിലായിരിക്കും. അത് എനിക്കറിയാതെ എനിക്ക് വൈറ്റ് റോസ് ഉണ്ടായിരിക്കുന്ന അറിയായിരുന്നു. എനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു വൈറ്റ് റോസ് ഉണ്ടാവാൻ അറിയായിരുന്നു. ബബ്ലി അത് ഞാൻ കണ്ടു. മുല്ലപ്പൂ ഞാൻ കണ്ടു. എനിക്ക് അതും അറിയായിരുന്നു. നീ എന്നിട്ട് സാരി എടുക്കാൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയിരുന്നു നീ എന്നിട്ട് മുല്ലപ്പൂ കഴിച്ചു തരുമായിരിക്കുമോ. കുഞ്ഞിന് രണ്ടെണ്ണം ഉണ്ടടാ. മുട്ടുണ്ട്. ഇത് അവർക്ക് ചേച്ചി കടയിലെ ചേച്ചി. ഇതല്ല, ഞാൻ ജസ്റ്റ് രാവിലെ നിനക്ക് ഒരു സന്തോഷം വേണ്ടിട്ട് മേടിച്ച. ഇത് ഗിഫ്റ്റ് അല്ലെന്നാ വെച്ചേരണേ. അത് ഞാൻ വെച്ചുതരാൻ വേണ്ടിട്ടാ. ഞാൻ ആക്ച്വലി അത് ഉദ്ദേശിച്ചത് അറിയോ? ഇവിടെ ഡ്രസ്സൊക്കെ മാറി വരുമ്പോ ഞാനത് കൊണ്ട് തന്നെ വെച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ സർപ്രൈസ് ആവും. ഉദ്ദേശിച്ചു ഇവിടെ എല്ലാം കൊളാക്കി എന്റെ സർപ്രൈസ് ഒക്കെ നീ പോയി. പക്ഷെ എനിക്ക് ഇത് ഉറപ്പായിരുന്നു. വൈറ്റ് റോസ് എനിക്ക് ഉറപ്പായിരുന്നു. ഇതിൽ എഴുതിയത് നോക്ക്, എന്റെ സുന്ദരി മോൾക്ക് അപ്പമോന്റെ പിറന്നാൾ ആശംസകൾ. ഇത് നീ എഴുതിയതാണോ? ഞാൻ എഴുതിയത്. ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ വാങ്ങിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സ്കെച്ച് പെൻസിൽ വാങ്ങിച്ച് എല്ലാ കടയിൽ പോയി കട്ട് ചെയ്ത് പൊട്ടിച്ചതാ. ഇത് നീ ചെയ്തതാണോ? ഞാൻ ചെയ്തതാ. പോസ്റ്റർ അല്ല, ഇത് എഴുതിയത് ഞാനാ. ഇല്ല, പോസ്റ്റർ പോലെ ഒട്ടിച്ചത് ഈ ബൊക്കയില് ഇത് വെക്കുന്ന ബൊക്കയില് വെക്കുന്ന സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റിക്കർ അതിനകത്താ ചേച്ചി വെച്ചാണ്. എനിക്കറിയാവുന്ന ഇഷ്ടമാവും. അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചേ. ഞാൻ സർപ്രൈസ് ആയാലൊക്കെ വിചാരിച്ച, പക്ഷെ ഇവിടെ സമ്മതിക്കണ്ടേ. ഞാൻ ചെയ്യാനാ. അതെന്താന്നറിയോ? സത്യം പറഞ്ഞാൽ എനിക്ക് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം അറിയാം. ഞങ്ങള് പറഞ്ഞാലേ ഇങ്ങനെ അകന്ന് നിൽക്കൂല. ഇപ്പൊ ഒരു കാരണം വെച്ചില്ല, ഇപ്പൊ എന്ത് കാര്യങ്ങളും ഒരുമിച്ചാ പോവാ. എങ്ങോട്ട് പോണെങ്കിലും ഒരുമിച്ച് അങ്ങനെയാ. അപ്പൊ ഒരു ഗ്യാപ്പ് വരുമ്പോ അറിയാം എന്തെങ്കിലും ഉടായ്പ ഉണ്ടാവും. ജിമ്മിന് പോയിട്ട് വരുമ്പോ ഇവിടെ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാന്ന്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ ആവശ്യം കിട്ടി. അപ്പൊ ഇങ്ങനെ ഞാനപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച. അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ്, ഞാൻ ഒരു ഫ്ലവറും ഒരു ചോക്ലേറ്റ്. എനിക്ക് അപ്പൊ തോന്നിയൊരു ഐഡിയ. പിന്നെ വ്ളോഗ് എടുക്കണമെന്നും എനിക്ക് ആ ഒരു രാവിലെ എണീറ്റപ്പോ തോന്നിയൊരു ഐഡിയ. അപ്പൊ അങ്ങനെ ആക്ച്വൽ ഗിഫ്റ്റ് ഇതല്ല.
പിന്നെ ഇതെന്താടാ ഗിഫ്റ്റ് അല്ലാതെ പിന്നിലെന്തുവാടാ ഇത്രയും സ്മോൾ ഗിഫ്റ്റ്. പിന്നെ എന്താ ഇനിയുണ്ട്. ഇയെന്നെ പറ്റി ഇനിയുണ്ട് സർപ്രൈസ്. കണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനകത്തൊന്നുമില്ല. നീ ഒരു സർപ്രൈസ് അല്ലേ നീ വിളിച്ചുള്ളൂ. ഗായ്സ് പറഞ്ഞു കൊടുക്ക്. ഇപ്പോടി നീ എന്താ അപ്പം തമിഴ് പടം എല്ലാം കണ്ട് ഫുള്ള് തമിഴാണ്. അപ്പൊ എന്തായാലും കുളിക്കാം. അതൊന്നും പിന്നെ ഞാൻ നോക്കാം, ഞാൻ കണ്ടുപിടിക്കും. ഈ ബാഗിനകത്ത് ഞാൻ നോക്കും. നീ നോക്കും. ഞാൻ എല്ലായിടത്തും എനിക്ക് എത്താത്ത സ്ഥലം ക്ലൂ തരുമോ? ക്ലൂ ഒന്നുമില്ല. ഫ്രിഡ്ജ് നോക്കാം. നിനക്ക് ക്ലൂ ഇവിടെ ഒന്നും തരാൻ പാടില്ല. കേക്കല്ല സമ്മതിക്കൂല മോളെ. ഇത് സർപ്രൈസ്. ആ കൂടെ നിലക്കാം. നിനക്ക് എന്തടി കുഞ്ഞ ഇവൾക്കേ എന്നാ സാധാരണ ആൾക്കാരെന്നാ സർപ്രൈസ് എന്താ സംഭവം? സർപ്രൈസിലാവാലോ നോക്ക. ഇവള് സമ്മതിക്കുന്നില്ല. പിന്നെ നീ നോക്കുന്ന നിനക്ക് പറ്റുവാണെങ്കിൽ നീ കണ്ടുപിടിക്കണി ചാപ്പി മോളെ. റൂമൊക്കെ കുറച്ച് അലമ്പായി കിടക്കുവാണ്. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തൃശ്ശൂർ പോയി കഴിയാലോ. അപ്പോഴത്തേക്ക് ഇവിടെ അടിക്കിപ്പറക്കിലൊക്കെ അമ്മേനും കൂടെ ഒറ്റയ്ക്ക് അങ്ങനെ അധികം ചെയ്യാറില്ല. ഞാൻ വന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോ കുറച്ച് ഉഴപ്പി കിടപ്പുണ്ടായിരിക്കേ. നിനക്ക് എന്താ എടി ഞാൻ സർപ്രൈസ് ചെയ്തോട്ടെ. നീ ഒന്നുമില്ല. ഇവള് സമ്മതിക്കുന്നില്ല. എന്റെ കുഞ്ഞേ അതിനകത്തൊന്നും ഇല്ല. നീ പോലെ ഞാൻ പക്ഷെ ഒരു കാര്യം പറയാൻ ഒന്നും നിനക്ക് പറയുന്നില്ല. കിട്ടില്ല നാളെ. മിക്സി ഒന്നും കിട്ടിയില്ലായിരുന്നു. ജാറൊന്നും കിട്ടിയില്ല. പക്ഷെ ജാറിന്റെ ഒന്നുമില്ല കുഞ്ഞ. പിന്നെ എന്തായാലും ആദ്യത്തെ സർപ്രൈസ് നീ പൊളിച്ചു. എന്നാ പറ്റി കുടിയിടാൻ പോവാ. അത് നടക്കുമോ? അടുത്ത സർപ്രൈസ് കൊളാൻ സമ്മതിക്കില്ല. ഇന്ന് അല്ലെങ്കിൽ ചാപ്പി നോക്കി കുക്കി നോക്കുന്നതാണ്. അത് ശരി, അതിനടുത്ത് പറഞ്ഞായിരുന്നു. ഇന്നലെ അവൻ പറഞ്ഞു എന്റെ ബർത്ത്ഡേക്ക് ഫുൾ കുക്ക് ചെയ്ത് എനിക്ക് ഭക്ഷണം തരുന്ന ആളായിരിക്കും. എന്താ നീ റൂമിൽ അടങ്ങി ഒഴിയായിരുന്നു. ബർത്ത്ഡേ ആയിട്ട് എന്റെ കൊച്ചിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ നല്ല കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യും അല്ലേ? പിന്നെ കൂടുതലും കുക്ക് ചെയ്യുന്നത് ഞാനാ ഗൈസ്. അതെ തന്നെയല്ലേ. എന്താ ഇവൻ പിന്നെ എനിക്ക് എപ്പോഴും നാരങ്ങ വെള്ളം ഷേക്ക് ഒക്കെ ഉണ്ടാക്കി തരും. ചുമ്മാ പറയുന്നത് നല്ല പരിപ്പ് കുത്തി കാച്ചിയത് അല്ലേ? അവിടെ അങ്ങനെ പറയുന്നത് തൃശ്ശൂർ പരിപ്പ് കുത്തി കാച്ചിയത്. ഞങ്ങൾ ഇവിടെ താല്പര്യം എന്ന് പറയും. പക്ഷെ അവിടുത്തെ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ വേറെ ടേസ്റ്റാ. അവരിവിടെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ അവിടുത്തെ അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പോണം. നീ ഇതൊരു ഫുഡ് കഴിച്ചിട്ടില്ല. ജിമ്മിൽ പോയിട്ട് എത്ര നേരം വർക്കൗട്ട് ചെയ്തിട്ട് വന്നല്ലേ? നീ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല. കുഴപ്പമുണ്ട്. നീ പോയി കുളിച്ചിട്ട് പോയി ഭക്ഷണം കഴിക്കും. ദോശയും കടലക്കറിയുണ്ട്.
അത് കഴിഞ്ഞിട്ട് നീ എനിക്ക് തന്നാൽ മതി. ഞാൻ അപ്പുറത്താണ് ഇനി ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നില്ല. ഞാൻ ഇല്ല, ഞാൻ എന്തിനെ കൂട്ടിയിട്ടൊക്കെ വയ്ക്കും. അടുത്ത മാസം ഇവന്റെ ബർത്ത്ഡേ വരുക. കാണിച്ചിട്ട് നീ എന്നെ കണ്ടുപിടിക്കത്തില്ല. ഓക്കെ, ഞാൻ അപ്പുറത്ത് പോയിരിക്കാം. നീ പോയി കുടിച്ചിട്ടോ. ഇതാണ് അവ വാങ്ങിച്ച മുല്ലപ്പൂ. മറ്റേത് അത് കടയിലെ ചേച്ചി കൊടുത്തതാ. അപ്പൊ അവൻ ഇത് വെച്ച് തരണോന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. എനിക്ക് അറിയാം എങ്ങനെയാ വെക്കണേന്ന്. അതങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഈ സ്ലൈഡില്ലേ, ഈ സ്ലൈഡ് ഇങ്ങനെ അവിടെ രണ്ടെണ്ണം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുടിയിലും പൂയലും കൂടെ ആയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കണം. അപ്പോ ആണെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നേക്കുവാണേ. എന്നിട്ട് ഞങ്ങള് നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ട് അടുത്ത്, അവിടെ പോവാ. മറ്റത് ഞാൻ നോക്കാം. നോക്കട്ടെ, ക്യാമറ നോക്കട്ടെ, കാണുന്നില്ല. അപ്പൊ ഇനി നമ്മള് നേരെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴിലേക്ക് വരാം അല്ലേ? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടല്ലേ മാലാശ്രീ എവിടെയാ പോയിട്ട് വരുന്നത്? ഇതാണ് നമ്മുടെ കാറ്. പണ്ട് ഞാൻ സ്ഥിരം ഇവിടെ വന്നിട്ടായിരുന്നു വീഡിയോ ചെയ്യുന്നത്. എന്റെ സ്ഥിരം സ്പോട്ടായിരുന്നു ഇവിടെ. കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മളിവിടെ കുടുംബക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ള. നമ്മുടെ കുടുംബങ്ങളും ക്ഷേത്രം ഒരുമിച്ചാണ്, അടുത്തടുത്ത് തന്നെയാ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണക്കി ഉപ്പും മുളകും ചേർത്തി എന്നിട്ട് വേണം അച്ചാറിടാൻ. നല്ല ടേസ്റ്റാ. വെള്ളം വരുന്നത്. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. ഇതാണ് നമ്മുടെ കുടുംബ വീട് അല്ലോ. ഇവിടുത്തെ മണ്ണ് കണ്ടോ, നല്ല വെള്ള മണല. നമ്മുടെ പഴയ വീട്ടിലില്ലേ, സെയിം മണ്ണായിരുന്നു. വീട് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പഴയ വീട്. അത് നമ്മുടെ പുതിയ വീടിരിക്കുന്നിടത്ത്, അത് രാവിലെ അത് നികത്തിയതല്ലേ. നമ്മുടെ പഴയ വീടില്ലേ, കുഞ്ഞി വീട്, അവിടെ ഈ മണലായിരുന്നു, വെള്ള കളറ്. അത് വീടിന്റെ കാര്യം ചോദിക്കും, കടലിന്റെ സൈഡിലാണ് വീടെന്നൊക്കെ. പക്ഷെ കടൽ ഇവിടെ നിന്ന് കൊറേ ദൂരാ അല്ലേ. പോയാലോ? അപ്പൊ ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ കുക്കിലും വലിയ ശരിയാവില്ല. അല്ലെങ്കിൽ അവിടെ അതും ഇങ്ങനെയൊക്കെ ഭയങ്കര. അപ്പൊ ഇവിടെ മുമ്പിൽ കൂട്ടിയിടാൻ പോവാ. അപ്പൊ ഞാൻ കുക്ക് ചെയ്യാനും പോവാണ്. അപ്പൊ അതിന്റെ പരിപാടികളാണ് അടുത്തത്. ഓക്കെ. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കേക്ക് വെച്ചിട്ടുണ്ട്. അമ്മയും ഞാനും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലാണെങ്കിൽ രാവിലെ പോയതാണ്. എന്നുവെച്ചാൽ വെളുപ്പിന് ഒരു 6 മണിയൊക്കെ ആയപ്പോ അവൻ ഇവിടുന്ന് ജിമ്മിൽ പോകാൻ പറഞ്ഞ് പോയതാണ്. എന്നിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം എനിക്കാണെങ്കിൽ ബൊക്കയും പിന്നെ മുല്ലപ്പൂവും ഒരു ബബ്ലയും കൊണ്ടു തന്നെ. അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഉറങ്ങിയ സമയത്ത് പോയി ബിരിയാണി പിന്നെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പിന്നെ അമ്മയും അപ്പൂസും കൂടെ ചേർന്നിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അപ്പൂസ് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പോയി നിന്നതാ. അമ്മേനെ കൊണ്ട് അമ്മ കണ്ടല്ലോ. അമ്മ നോക്കിയപ്പോ അമ്മയൊക്കെ വിളിക്കുന്നത്. അങ്ങനെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇന്ന് ബിരിയാണി ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ സാലഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ വെളുപ്പിനെ തുടങ്ങിയ സർപ്രൈസ്. പിന്നെ ഇന്നലെ എനിക്ക് പറഞ്ഞായിരുന്നു ബർത്ത്ഡേക്ക് എനിക്ക് അവരുടെ ഫുഡ് കുക്ക് ചെയ്തതായിരുന്നു. നമ്മുടെ ടെലിമോൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ രാത്രിയൊക്കെ ആയിട്ടുണ്ട്, സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം
കേക്ക് കൊണ്ട് വന്ന് അവൻ രാവിലെ പോയത് പക്ഷെ വെളുപ്പിനെ പോയി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോയി സർപ്രൈസ് സർപ്രൈസ് താങ്ക്സ് Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Happy birthday. Thank you. Super. ഇഷ്ടപ്പെട്ടോ? അയ്യോ മെഴുകുതിരി ഊതിയില്ല. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. കപ്പൂസിന്റെ അടുത്ത് പറഞ്ഞു ഇനി റൂമിൽ തന്നെ ഇരുന്നോണം, വേറെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഇന്ന് ഫുള്ള് സർപ്രൈസ് ആണോ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. അവൻ രാവിലെ വെളുപ്പിന് പോയിട്ട് അതിന് വേണ്ടി പിന്നെ ഓടി ഇറക്കുക. ഓ നോക്ക്, അവൻ ശരിക്കും ഉറങ്ങിയിട്ട് പോയില്ല. കണ്ണൊക്കെ നോക്ക്. വെളുപ്പിന് ഇറങ്ങി പോയി, ജിമ്മിൽ പോയി, അത് കഴിഞ്ഞ് കുറെ വാങ്ങിച്ചോണ്ട് വന്നു. വന്നു കഴിയുമ്പോ പിന്നെ അവൻ ബിരിയാണി ഒക്കെ വെച്ചു, ബിരിയാണി ചിക്കൻ കറിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കേക്ക് വാങ്ങിക്കാൻ പോയി, അത് വാങ്ങിച്ചോണ്ട് വന്നു. ഇനിയും ഉണ്ടെന്ന് കുഞ്ഞാ. ഓ ഒരു ഉമ്മ കൊടുക്കാം, നീ ഒരു ഉമ്മ കൊടുക്ക, രണ്ട് കേക്ക് ഉമ്മ. നീ ഞങ്ങൾക്കൊന്നുമില്ല.